സൗവർണിക, വർഗീയ വിഷം വമിക്കുന്ന ഒരു വസ്തുവായി മാറി, വസ്തു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമുദായത്തിന് കൂടി ഒരു അപമാനമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീ നാരായണ ഗുരു ദേവൻ്റെ അദ്ദേഹത്തെ പോലൊരു കേരളം കണ്ട ഏറ്റവും നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീ നാരായണ ഗുരുദേവൻ. അദ്ദേഹത്തെ ഈ SNDP എന്ന സംഘടന യഥാർത്ഥത്തിൽ ഈ ഈഴവരുടെ ഒരു സ്വാമിയാക്കി മാറ്റി, അങ്ങനെ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ഡീഗ്രേഡ് ചെയ്യുകയാണ് ഈ SNDP എന്ന സംഘടന തന്നെ ചെയ്തതെന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഈ വെറും വർഗീയ വിഷം വമിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ഇത് പല തവണയായി ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, LDF സർക്കാരിനെ നയിക്കുന്ന CPMൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ശരിക്കും ഈ CPMൻ്റെ അവരുടെ തത്വമൊക്കെ എന്താണ് എന്നുള്ളത് ഇവർ തന്നെ മറന്നുപോയോ എന്ന് അതിശയിപ്പിക്കുന്നതാണ്. ഇതൊക്കെ വെറും വോട്ട് ബാങ്കിന് വേണ്ടി ആദർശങ്ങളെയെല്ലാം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് വെറും ഒരു ചീപ്പ് രാഷ്ട്രീയം കളിക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ് ഈ LDF സർക്കാർ എന്ന് പറയുന്നതിലുപരി CPM എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കണം. ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരുപാട് എതിർപ്പുകൾ ഈ വെള്ളാപ്പള്ളിയെ പൊക്കിപ്പിടിച്ച് നടക്കുന്നതിനെതിരെ വരുന്നുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു തിരിച്ചടി കിട്ടിയിട്ടും യാതൊരു എളുപ്പമില്ലാതെ വീണ്ടും അതിനെ ഇങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നാണ് സൗവർണയ്ക്ക് തോന്നുന്നത്. ചേച്ചി, വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് നയങ്ങളിലും നിലപാടുകളിലും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടി വരും. കാര്യം പൂർണ്ണമായി LDF എന്ന് പറയാൻ കഴിയില്ല. കാര്യം CPI പല കാര്യങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ CPMൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ എന്ന് വെച്ചാൽ വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചിലപ്പോൾ ആരും പറഞ്ഞിട്ടില്ലാത്ത അത്രയും വർഗീയത പറയുന്ന ഒരാളെ ഒപ്പം കൊണ്ട് നടക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ കാറിലാണ് വെള്ളാപ്പള്ളി നടേശൻ വന്നിറങ്ങിയത്. കഴിഞ്ഞ ദിവസം CPIയുടെ ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, താനാണ് വെള്ളാപ്പള്ളി നടേശനെ കണ്ടിരുന്നതെങ്കിൽ കൈ കൊടുക്കും, ചിരിക്കും, സംസാരിക്കും, തൻ്റെ ഒപ്പം കാറിൽ കയറ്റില്ലാന്ന്. കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്നാണ്. അതുകൊണ്ട് എന്ത് സന്ദേശമാണ്? അല്ലെങ്കിൽ ഈ സമയത്ത് പോലും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിക്ക് ആകുന്നില്ല, അല്ലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൊണ്ടുവന്നത് അത് തെറ്റല്ല എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്. തെറ്റല്ല, താനെടുത്ത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഒപ്പം നിർത്തിയത് തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി എവിടെ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു തെറ്റ് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. താൻ ചെയ്യുന്നത് തന്നെയാണ് ശരി. തൻ്റെ ആ ഒരു അപ്രമാദിത്വം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടി പോലും അതിൽ നിന്നൊരു തിരിച്ചൊരു ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് വിജയം വേണം, അദ്ദേഹം പറയുന്നത് നടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ് ഇപ്പോൾ പിണറായി പെരുമാറുന്നത്. ഒരു പിണറായിസം എന്നൊരു വാക്ക് തന്നെ ഇവിടെ ഉത്ഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ട്. പക്ഷേ അവിടെ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്തതിന് ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിലാണ് ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വാഴാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അത് ഇവർ പറയും പോലെ ആൾക്കൂട്ട പാർട്ടിയാണെന്ന് പറയുമെങ്കിൽ പോലും അവിടെ ജനാധിപത്യമുണ്ട്. ആ ഒരു നിലവിൽ ഇങ്ങനെ ഒരു ആൾക്ക് ഇവർ തന്നെ പറയും വ്യക്തിയല്ല പാർട്ടിയാണ് പ്രധാനമെന്ന്. പക്ഷേ ആ തലപ്പത്തിരിക്കുന്ന ആ വ്യക്തിയാണ് പാർട്ടിയായി മാറുന്ന കാഴ്ചയാണ് കുറച്ച് വർഷങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു വർഗീയതയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണ്. ഈ CPMൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ തന്നെ അവരുടെ പറയുന്നത് തന്നെ എന്താണ്, മതേതരത്വത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണെന്നാണ് വയ്പ്. പക്ഷേ ഈ മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് ഒരു കലാപങ്ങൾ ഉണ്ടാക്കി അതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല CPMൻ്റേത്. ഇത്തരത്തിലുള്ള ഒരു ചീപ്പ് രാഷ്ട്രീയം തന്നെയാണ് കാലങ്ങളായി CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം ഒരു വർഗീയതയെ ഈ മതം പറഞ്ഞ് ആളിക്കത്തിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പല കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. മനുഷ്യത്വം ഇല്ലാതെ ആൾക്കാർ മതം പറയുമ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവർ പോലും മതത്തിൻ്റെ പേരിൽ പരസ്പരം വാളോങ്ങുന്ന കാഴ്ചകൾ നമ്മൾ ഇതിനു മുൻപ് പല ഇടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം
ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതായിരിക്കാം ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനം വന്നപ്പോൾ CPM-ലുള്ള തന്നെ ഒരുപാട് വിശ്വാസികളായ പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ ഈ CPM-ൽ നിന്ന് മാറിപ്പോയതായിട്ട് പല കണക്കുകളും പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ആ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോടെ, കാരണം നമ്മൾ ഈ മുസ്ലിങ്ങളുടെ കൂടെയല്ല, നമ്മൾ ഈഴവരെ ചേർത്ത് നിർത്തുന്നവരാണ് എന്നൊന്ന് കാണിക്കുക, യഥാർത്ഥത്തിൽ കൂടെയൊന്നുമല്ല. അപ്പോൾ അവരുടെ വോട്ട് തിരികെ വരണം. അത് അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റേത് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത് കോൺഗ്രസിൻ്റെയും BJP-യുടെയും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതങ്ങനെ അല്ല എന്ന് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം വോട്ട് കുറഞ്ഞിട്ടുള്ളത് LDF-നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കിട്ടേണ്ട ഈഴവ വോട്ടുകൾ ഇങ്ങോട്ട് വരണം എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർഗീയ വിഷം മാത്രം വമിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഈ പിണറായി വിജയൻ ചുമക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഇനി CPM-നെ ബാധിക്കുമെന്നാണ് കരുതുന്നത്? അല്ല, തീർച്ചയായും ഇതൊരിക്കലും CPM-ന് ഗുണം ചെയ്യില്ല. കാര്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ SNDP-യിലുള്ള ആരും വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. കാര്യം ഒരിക്കലും കേരളത്തിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയം അനുസരിച്ചൊന്നും നമുക്കത് ആർക്കും കേരളത്തിലെ ജനതയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ വിഭാഗീയത ഉണ്ടാക്കുക. CPM-ന്റെ ആദ്യത്തെ നിലപാട് എന്തായിരുന്നു? ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്ന് വരുത്തി തീർക്കുക. അത് പൊളിയുമ്പോൾ വീണ്ടും ഭൂരിപക്ഷങ്ങൾക്കൊപ്പമാണ്. ഒരു സൈഡിൽ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശന് ഒപ്പം കൂട്ടുക, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് മൗനമായി സപ്പോർട്ട് ചെയ്യുക. മറു സൈഡിൽ കർണാടകയിലെ വിഷയം ഉയർത്തിക്കാട്ടി ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് മാത്രം വെറും രാഷ്ട്രീയം. കേരളം നശിപ്പിച്ചിട്ടാണെങ്കിലും തങ്ങൾക്ക് അധികാരത്തിൽ തുടരണമെന്ന വെറും രാഷ്ട്രീയമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിപ്പോൾ വെള്ളാപ്പള്ളി നടേശനിൽ ആര് പറഞ്ഞാലും വർഗീയത. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുക്കേണ്ടുന്ന നിലപാട് ഇതായിരുന്നില്ല. എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയുന്ന DYFI-കാർക്ക് ഇതിനൊന്നും അഭിപ്രായമില്ലേ? അതോ അവർ മുഖ്യമന്ത്രിയെ പോലെ മൗനമായി വെള്ളാപ്പള്ളി നടേശൻ സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? പിന്നെ ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ പലർക്കും അറിയാം ഈ വെള്ളാപ്പള്ളി നടേശൻ എന്തിനാണ് ഈ LDF-നോടൊപ്പം ചേർന്ന് നിന്ന് ഇങ്ങനെ വർഗീയത പറയുന്നതെന്ന് ഏകദേശം ഒരു ഭൂരിഭാഗം പേർക്കും ധാരണയുണ്ടാവും. ഇതെല്ലാം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ടാണോ? ഒരിക്കലുമല്ല. ഇനിയിപ്പോൾ അഥവാ അടുത്ത LDF സർക്കാർ വരുമ്പോൾ ഈ SNDP-ക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രിസ്ഥാനമോ എന്തെങ്കിലും അല്ലെങ്കിൽ MLA അതൊക്കെ ചോദിക്കാം എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല. തീർച്ചയായിട്ടും അത് വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട്, വ്യക്തി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളതും ഈ സമുദായക്കാർക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്നതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും LDF-ന് ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ഒരു പഴഞ്ചൊല്ലുണ്ട്, ആരെയോ ചുമന്നാൽ ചുമന്നവനും നാറും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് മാത്രമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അതേ ഒരു ഫലം തന്നെയായിരിക്കും LDF-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു കാര്യം തന്നെ തുടർന്നു പോകാൻ. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെ നല്ലൊരു തിരിച്ചടിയായി മാറുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള കുരുട്ട് വിദ്യകൾ ഉപയോഗിച്ച് വോട്ട് സമ്പാദിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും CPM-ന് നല്ലതായിരിക്കില്ല എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ.